നമസ്കാരം. ആമുഖം തുറക്കുന്നു. മൂന്നാറിനെ കുറിച്ച് മാത്രമല്ല, രണ്ടാളിനെ കുറിച്ചുമാണ്. ഹാഡ്ലി രഞ്ജിത്തും സീഗേളും. കാടുമേടുകളിൽ വേരുറച്ചവർ, തവളയും പാമ്പും പ്രാണിയും പാർക്കുന്നിടങ്ങളിലെ പാതിരാ നടത്തക്കാർ, ചെറുജീവികളുടെ തുടിപ്പിൻ്റെ തുടർച്ച ആഗ്രഹിച്ച് ആവാസമൊരുക്കുന്നവർ. അവരുടെ ഹൃദയത്തിന് പച്ച നിറമാണ്. മൂന്നാറിൽ നൈറ്റ് ലൈഫ് ഇല്ലെന്ന് ആൾക്കാർ പറയാറുണ്ട്. ഒരു 8 മണി കഴിഞ്ഞാൽ എല്ലാം അടച്ചുപൂട്ടി എല്ലാവരും വീട്ടിൽ പോയി. പക്ഷേ ആ സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ കേൾക്കുന്നത് മൊത്തം തവളകളുടെ ഒച്ചയാണ്. 1 ഇഞ്ച് നീളമുള്ള ഫ്രോഗിൻ്റെ ഒച്ച ചിലപ്പോൾ ഒരു 200-300 മീറ്റർ കേൾക്കും. മൂന്നാറിൽ വൈൽഡ് ലൈഫ് കാണാൻ വരുന്ന ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ് മൂന്നാറിലെ ഫ്രോഗ്സിൻ്റെ ഡൈവേഴ്സിറ്റി. 50-60 സ്പീഷീസ് ഫ്രോഗ്സ് മൂന്നാറിൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. മൂന്നാറിലെ രാത്രികാല വൈബ് ഈ ഫ്രോഗ്സാണ്. ഈ ഫ്രോഗ്സിൻ്റെ ഒച്ചയാണ്. പുറത്തിറങ്ങി ഒന്ന് കാതോർത്താൽ കേൾക്കുന്നതാണ് മൂന്നാറിൻ്റെ വൈബ്. ഹെർപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബേർഡ് വാച്ചിങ് പോലെ തന്നെ വേറൊരു ആക്ടിവിറ്റിയാണ്. നമ്മൾ ബേർഡ് വാച്ചിങ് ജനറലി ഡേ ടൈമിലാണ് ചെയ്യുന്നത്. ഹെർപ്പിംഗ് നമ്മൾ നൈറ്റാണ് ചെയ്യുന്നത്. ഹെർപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രോഗ്സിനെയും സ്നേക്സിനെയും കുറിച്ച് പഠിക്കുന്നതും പിന്നെ നമ്മൾ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോകുന്നതും അതിനെ കാണാൻ പോകുന്നതൊക്കെയാണ് നമ്മൾ ഹെർപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രീറ്റ്സ് ബുഷ് ഫ്രോഗാണ്. ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് സ്പീഷീസാണിത്. ടൈഗറിൻ്റെയൊക്കെ സെയിം സ്റ്റാറ്റസ് വരുന്ന ഒരു ഫ്രോഗാണിത്. ആൾക്കാർ ടൈഗേഴ്സിനെയാണ് സേവ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ഈ ഫ്രോഗ്സും നമ്മുടെ എക്കോസിസ്റ്റത്തിൽ വളരെ ആവശ്യമുള്ളൊരു ക്രീച്ചറാണ്. ആദ്യം നമ്മൾ റിസർച്ചേഴ്സിനെ കൊണ്ടുപോയി ഈ ഫ്രോഗ്സിനെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഗസ്റ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഭംഗി, ഫ്രോഗ്സിൻ്റെ ഭംഗി ഭയങ്കര കൂടുതലാണ്. ലൈക്ക് എസ്പെഷ്യലി അതിൻ്റെ കണ്ണ് കാണാൻ ഭയങ്കര രസമാണ്. സോ ആൾക്കാർ ഈ ഫോട്ടോസ് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോഴത്തേക്കും ആൾക്കാർക്കും വന്നെടുക്കാൻ ഭയങ്കര കൗതുകമാണ്. ഇപ്പം ആൾക്കാർ ടൈഗറിനെ എടുക്കാൻ പോകുന്ന പോലെയും അല്ലെങ്കിൽ എലിഫൻസിനെ എടുക്കാൻ പോകുന്ന പോലെയും ബേർഡ്സിനെയൊക്കെ എടുക്കാൻ പോകുന്ന കുറേ പേരുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രോഗ്സിനെയും സ്നേക്സിനെയും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ വരുന്നവരുടെ നമ്പർ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. മൺസൂൺ ടൂറിസമായിട്ട് നമുക്കത് പറയാൻ പറ്റും. ഹെർപ്പിംഗ് എന്ന് പറഞ്ഞൊരു ടൂറിസം കേരളത്തിലില്ലായിരുന്നു. ഇതിനു മുമ്പ് ആരും അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ആക്ടിവിറ്റിയാണ്. പൂച്ച എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാറ്റല്ല, ഇത് ഒരു തവളക്ക് കൊടുത്തേക്കുന്ന പേരാണ് നിറ്റിബെട്രാക്കസ് പൂച്ച. മിയാവിങ് നൈറ്റ് ഫ്രോഗ് എന്ന് പറയും. അത് നൈറ്റ് സ്പീഷീസാണ്. ഇതും എപ്പോഴും വെള്ളത്തിലാണ് കാണുന്നത്. ഇതിൻ്റെ കണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. അതൊരു റോംബ ഷേപ്പാണ്, ഡയമണ്ട് സ്മൂത്ത് എഡ്ജായ മാതിരി. അപ്പോൾ കണ്ണ് ഫോക്കസ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത തന്നെ അതിൻ്റെ കോളിംഗ് ആണ്. അത് ട്വങ് ട്വങ് എന്ന് വെച്ചെടുത്തോണ്ടിരിക്കും. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ പൂച്ച കരയണമായിരിക്കും. നമ്മൾ വിചാരിക്കും ഇത് ഏതാണ്ട് പൂച്ച രാത്രി കിടന്ന് വെച്ചെടുക്കണേന്ന്. അത് കോറസിലും വിളിക്കും. അപ്പോൾ ശരിക്കും നിറയെ പൂച്ച ഇരുന്ന് വിളിക്കണ പോലെയൊക്കെ തോന്നും.
മെയിനായിട്ട് നമ്മളിവിടെ വരുന്ന ഇവിടെ ഒരു പറക്കം എന്ന് പറയുന്ന ഒരു തവളയുണ്ട് ഇവിടെ, പറത്തവള എന്ന് പറയുന്ന സാധനം, ഗ്ലൈഡിങ് ഫ്രോഗ്, സ്യൂഡോ മലബാറിക്കസ് എന്നാണ് അതിൻ്റെ പേര്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു കുളം ഉണ്ടാക്കിയേക്കുന്നത്, അതിൻ്റെ ഹാബിറ്റാറ്റ് റെസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട്. അതിൻ്റെ ഹാബിറ്റാറ്റ് മൊത്തം നശിച്ചു പോയിട്ടുണ്ട്. സോ അതിൻ്റെ റീജനറേഷന് വേണ്ടിയിട്ട് നമ്മളവിടെ 2 കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. നേച്ചറായിട്ട് സിങ്കായിട്ട് കിടക്കുന്ന പോലെ തന്നെയാണ് ചെയ്താക്കുന്നത്. അപ്പം ഈ ഫ്രോഗ് മുട്ടയിടാൻ പറ്റുന്ന രീതിയിലുള്ള ചെടികളൊക്കെ നമുക്ക് ആ പോണ്ടിൻ്റെ ചുറ്റും നട്ടിട്ടുണ്ടായിരുന്നു. ഒരു 1-2 പ്രാവശ്യം നമ്മളതിൻ്റെ അത് നെസ്റ്റിങ് കണ്ടിട്ടുള്ളൂ. ഫീമെയിൽ ഫ്രോഗിൻ്റെ മേളിലോട്ട് ഈ മെയിൽ ഫ്രോഗ് അറ്റാച്ച്ഡ് ആവും. എന്നിട്ട് ഈ ഫീമെയിൽ ഫ്രോഗ് ഇങ്ങനെ തുപ്പലില്ല പത പോലെ ബബിൾസ് ഉണ്ടാക്കും, എഗ്ഗ് റിലീസ് ചെയ്യും ഇതിൻ്റെ അകത്തോട്ട്. അപ്പം മെയിൽ പുറത്ത് നിന്നത് ഫെർട്ടിലൈസ് ചെയ്യും, എന്നിട്ട് ബാക്ക് കാലുകൊണ്ട് ഇങ്ങനെ തട്ടി തട്ടി ഈ ഓരോ എഗ്സും ഈ ബബിൾ നെസ്റ്റിൻ്റെ അകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഈ ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മെയിൽസ് എല്ലാം മാറിപ്പോകും. പക്ഷേ ഫീമെയിൽ 6 to 8 hours പിടിച്ചു ഇത് ഈ ഇല ഇങ്ങനെ ഒരു കോണിക്കലായിട്ട് നമ്മൾ കുമ്പിൾ കുത്തൂല്ലേ, അതേമാതിരിയാണ് വെച്ചിട്ടാണ് ഈ മുട്ട മൊത്തം ഇടുന്നത്. അപ്പോൾ ഈ ഫോം ഉറക്കണം, അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, തുപ്പൽ പോലെ ഇരിക്കണം, പത പോലെ. അപ്പോൾ ഇത് ഉറക്കണ വരെ ഇതിങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ ലാസ്റ്റ് എൻ്റെ കൈയൊക്കെ ചുമന്നിരിക്കും പോകാറാകുമ്പോൾ, എന്നിട്ട് വിട്ടിട്ട് പോകും. അപ്പം ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം മഴയിൽ വെയിലാണെങ്കിൽ വെയിൽ ഡയറക്റ്റ് അടിക്കില്ല, അതായത് മുട്ട ഒന്നും ഡ്രൈ ആവില്ല, അത് കംഫർട്ടബിളായിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. ഈ ഫെർട്ടിലൈസ്ഡ് ആയ, അതായത് മുട്ട വിരിയാൻ പോകണമെന്നുള്ളത് മാത്രം അടുത്തൊരു മഴ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രസ്സിൽ വരുമ്പോഴേക്കും ആ ഒരു മുട്ട മാത്രം, അല്ലാണ്ട് ഇതും ഉരുകത്തില്ല, ആ വെള്ളം വീഴുമ്പോഴേക്കും ഈ മുട്ട ആക്ച്വലി അതിൽ കൂടി ഒഴുകി ലീഫിലൂടെ താഴത്തോട്ടിടും. നേരെ സ്വിം ചെയ്ത് താഴെ പോയിട്ട് അടിത്തട്ടിൽ അങ്ങനെ കിടക്കും. അപ്പോൾ ഇതൊരു 50-60 മുട്ട ഇടണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഇതിൽ നിന്ന് ഒരു 30-40 ഫെർട്ടിലൈസ്ഡ് ആവുള്ളൂ. പിന്നെ അതിൽ സർവൈവ് ആവണത് ബാക്ക്, ആദ്യം വാലുണ്ടാവും, അതിന് ബാക്കിലെ കാല് വരും. അപ്പോൾ ഇതുങ്ങൾ രാത്രി നമ്മൾ വന്ന് ടോർച്ചടിച്ച് കാണുമ്പോൾ ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ ഓടി വരും, സർഫസിൽ വന്ന് മുട്ടിയിട്ട് ഓടി താഴെ പോകും. മുമ്പിലത്തെ കാല് വരുമ്പോഴാണ് ഇതുങ്ങൾ ആക്ച്വലി നീന്തി പുറത്ത് വരാൻ നോക്കുന്നത്. അപ്പോൾ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ പോണ്ടിൻ്റെ ചുറ്റും വള്ളിച്ചെടികൾ ഉണ്ടാവണം വെള്ളത്തിലോട്ട് വീണ് കിടക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പുറത്ത് വരും. പുറത്ത് വന്നാൽ ഒരു 2 ആഴ്ചയൊക്കെ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും പോണ്ടിൻ്റെ. ഇതിൻ്റെ ഗ്രീൻ ബോഡിയിൽ ബ്ലാക്ക് വെനേഷൻ ഉണ്ടാകുന്നുണ്ട്. കണ്ടാൽ നമുക്ക് മനസ്സിലാവത്തില്ല അവിടെയുള്ള. അതൊരു രസമുള്ള സംഭവം. ഗസ്റ്റ് വരും ഈ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ഗ്രീൻ ടൈഗർ ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കും കേട്ടോ, ഇത് ഇത്ര ഉണ്ടോളം ആൾ. അപ്പോൾ ചോദിക്കും ഇതെന്താണ്, ഇതാണ് ഗ്രീൻ ടൈഗർ. അവരിങ്ങനെ അന്തിച്ച് നിൽക്കും, ഇതാണോ ഗ്രീൻ ടൈഗർ, ഇത്ര ഉള്ളോ എന്ന് ചോദിക്കും. നമുക്ക് ഹെർപ്പിങ്ങിന് വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഫ്രോഗാണ് ഗാലക്സി ഫ്രോഗ്. കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഫ്രോഗ് തറയിലാണ് കൂടുതൽ, എപ്പോഴും തറയിലായിരിക്കും. നമ്മുടെ കല്ലിൻ്റെ ഇടയ്ക്കായിരിക്കും, ചില സമയത്ത് ഒടിഞ്ഞു കിടക്കുന്ന മരത്തിൻ്റെ അടിയിലേക്ക് ആയിരിക്കും ഇത് ഇരിക്കുന്നത്. കാണുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ചെറിയൊരു 1 ഇഞ്ച് സാധനം കരിക്കട്ട പോലെ ഇരിക്കത്തുള്ളൂ. എൻ്റെ ചെസ്റ്റ് ഏരിയ മാത്രമാണ് ആ കളറുള്ളത്. ബോഡി ഫുള്ളൊരു ബ്ലൂവും അതിൻ്റെ അകത്തൊരു സ്റ്റാർ പോലെ സ്പോട്ട്സൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഗാലക്സി ഫ്രോഗ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഈ ഓറഞ്ച് പാച്ചും കൂടെ കയറുമ്പോഴത്തേക്കും അതിൻ്റെ ഭംഗി ഭയങ്കര ഭംഗിയാണ്.
മേത്ത് മൊത്തം ഡയമണ്ട്സ് പതിപ്പിച്ച പോലെ ഇങ്ങനെ ഷൈനിങ് ആയിരുന്നു. പക്ക ഗാലക്സി കാണുന്ന പോലെ ഉണ്ടായിരുന്നു. അന്നാണ് ഈ പേര് ആപ്റ്റാണ് എന്ന് ഫീൽ ചെയ്തത്. അതിപ്പോഴും ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ തിളങ്ങിയുണ്ട്. ആ ലൈറ്റ് അടിക്കുമ്പോഴാണ് അതിങ്ങനെ തിളങ്ങി നിന്നുകൊണ്ടിരുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. ചിലപ്പോൾ ഒരു സീസണിൽ ഒരു 6 മാസത്തിൽ നമുക്കൊരു 10-15 പ്രാവശ്യമൊക്കെ കാണാൻ പറ്റും. ഫീൽഡിൽ റെഗുലറായിട്ട് പോയി നമുക്ക് കുറച്ചും കൂടെ അത് കണ്ടുപിടിക്കാനുള്ള ഈസിനെസ് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഗാലക്സി ഫ്രോഗിനെ കണ്ടത് അത് ഫോറസ്റ്റിൻ്റെ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്തിട്ട് ഒരു മറയൂരിലൊരു ഫോറസ്റ്റ് ഡിവിഷനിൽ പോയിട്ടാണ് നമ്മൾ എടുത്തത്. അതും കുറേ നടന്ന് സ്ട്രീമൊക്കെ കടന്ന് ട്രെക്ക് ചെയ്ത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് കുറേ നേരം അതിനെ കണ്ട് ആസ്വദിച്ചിട്ടാണ് പിന്നെ ഫോട്ടോ എടുത്തത്. കാണണമെന്നുള്ള ആഗ്രഹം കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. റിസർച്ചേഴ്സിനെ കൊണ്ടുപോയിട്ടാണ് എനിക്ക് ഈ ഫ്രോഗ്സിൻ്റെ ഒക്കെ നോളജ് വന്നത്. സോ അതിന് മുമ്പ് ഞാൻ ഫ്രോഗ്സിനെ ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. കൂടുതലും നമ്മൾ ആനയുടെയും അല്ലെങ്കിൽ ബേർഡ്സിൻ്റെയും പുറകിലാണ് എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. ഇവരെ കാട്ടിൽ കൊണ്ടുപോയി അവർ നമ്മളെ പഠിപ്പിച്ചാണ് ഈ ഓരോ മൂന്നാറിൽ ഇത്ര ഫ്രോഗ്സ് ഉണ്ട്, എന്തുകൊണ്ടാണ് ഈ ഫ്രോഗ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, ഫുഡ് ചെയിനിൽ ഫ്രോഗിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചത് എല്ലാം ഈ റിസർച്ചേഴ്സിൻ്റെ കൂടെ പോയിട്ടാണ്. റെസ്പ്ലെൻഡൻറ്റ് ബുഷ് ഫ്രോഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രാസ് ലാൻഡ്സിൽ മാത്രം കാണുന്ന ഒരു ഫ്രോഗുണ്ട്. ഒരു 1900 മീറ്റർ അല്ലെങ്കിൽ 2000 മീറ്ററിൻ്റെ മുകളിലേക്ക് മാത്രമാണ് ആ ഫ്രോഗിനെ കാണുന്നത്. വെസ്റ്റേൺ ഗാറ്റ്സിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കായ ആനമുടി എന്നാണ് അത് ഡിസ്ക്രൈബ് ചെയ്തത്. എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഗ്രാസ് ലാൻഡ് ഇല്ലാണ്ടായാൽ മൊത്തത്തിൽ ആ ഫ്രോഗും കൂടെ ഇല്ലാണ്ടാവും. സോ ടീ പ്ലാന്റേഷൻ ഒരു റീസണാണ്. ഈ മൂന്നാറിൽ ടീ പ്ലാന്റേഷൻ ഇപ്പോൾ കാണുന്ന സ്ഥലത്തൊക്കെ ഈ ഗ്രാസ് ലാൻഡ് ആയിരുന്നു. അപ്പോൾ ഗ്രാസ് ലാൻഡ് ഇല്ലാണ്ടായാൽ ഈ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ മീശപ്പുലിമലയും ആനമുടി രാജമലേൻ്റെ അകത്തും വാൽപ്പാറ സൈഡിൽ കുറച്ച് ഗ്രാസ് ലാൻഡ്സ് മാത്രമേ ഉള്ളൂ വിച്ച് ഇതിൻ്റെ പ്രോപ്പർ ഹാബിറ്റേറ്റ് ആയിട്ടുള്ളൂ. സോ ഈ ഏരിയയിൽ മാത്രം കാണുന്ന ഒരു തവളയാണ് ഈ റെസ്പ്ലെൻഡൻറ്റ് ബുഷ് ഫ്രോഗ്. നമ്മുടെ പുല്ലിൽ ഇരിക്കാൻ പറ്റും, അതിന് ഓരോ പുല്ലിൻ്റെ ഗ്രാസ് ബ്ലേഡ്സിലും ഇരിക്കാൻ പറ്റും, അത്രയും ചെറുതാണ് ഈ ഫ്രോഗ്. ഒരു ഇഞ്ചിൻ്റെ താഴെ വലിപ്പമുള്ള ഫ്രോഗാണ്. നല്ല ഭംഗിയാണ്. പച്ച കളറ് ഇലയിൽ ഒരുമാതിരി ഓറഞ്ചും റെഡും ബ്ലാക്കും ഒക്കെ കലർന്ന ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു ഫ്രോഗാണ്. ആദ്യമായിട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്കിതിൻ്റെ വാല്യൂ അറിയില്ലായിരുന്നു. 2012-13 ഇതിന് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. സോ ആ ടൈമിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു ഈ ഫ്രോഗ്. സോ നീലഗിരി താർ സെൻസസിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇതിനെ ആദ്യമായിട്ട് കാണുന്നത്. ഈ ഫ്രോഗ് 300 അല്ലെങ്കിൽ 300ൻ്റെ താഴെയാണ്. സോ ഏതിനാണ് കൂടുതൽ നീ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യത്തിലാണ് ഈ ഫ്രോഗ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു സാധനം എൻ്റെ തലയിൽ സ്ട്രൈക്ക് ചെയ്തത്. സോ ഇപ്പം നമ്പർ കുറച്ച് കൂടിയുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ഫ്രോഗ് എക്സ്റ്റിങ്ക്റ്റ് ആയാൽ, വെസ്റ്റേൺ ഗാറ്റ്സിലൊരു ഫ്രോഗ് എക്സ്റ്റിങ്ക്റ്റ് ആയാൽ മേ ബി ഈ ഒരു ഫ്രോഗ് ആയിരിക്കും ആദ്യമായിട്ട് എക്സ്റ്റിങ്ക്റ്റ് ആകാൻ പോകുന്നത്. കാരണം ഹാബിറ്റാറ്റ് ലോസാണ്. ഈ ഗ്രാസ് ലാൻഡ്സ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ടെമ്പറേച്ചർ റേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗ്ലോബൽ വാർമിംഗ് കാരണം വരുന്ന ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇതിനെ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കുറച്ചും കൂടെ റൈറ്റിലേക്ക് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ലെഫ്റ്റിലേക്ക് വരണം. ഡാൻസിങ് ഫ്രോഗ് പൊതുവെ കാണുന്നത് പാറ അല്ലെങ്കിൽ സ്ട്രീംസിൻ്റെ അടുത്ത്, അതിൻ്റെ കല്ലുകളിലോ അതിൻ്റെ സൈഡിലുള്ള ചെടികളിലോ ഇലകളിലോ അങ്ങനെയാണ് പൊതുവെ ഡാൻസിങ് ഫ്രോഗ് നമ്മൾ കാണാൻ പറ്റുന്നത്. അത് സാധാരണ ഫ്രോഗിനെ പോലെ മൺസൂണിലല്ല അതിന് ബ്രീഡിങ് ടൈമും അതിൻ്റെ ഇണയെ അട്രാക്ട് ചെയ്യണത്. കാരണം ഇത് സ്ട്രീമിൻ്റെ അടുത്തുള്ളതുകൊണ്ട് തന്നെ ഇത് കോൾ ചെയ്താൽ ഈ വെള്ളത്തിൻ്റെ ഒച്ച കാരണം ഇതിൻ്റെ ഒച്ച ആ ഫീമെയിലിന് കേൾക്കില്ല. പിന്നെ മഴയും കൂടി ഉണ്ടെങ്കിൽ പറയണ്ടല്ലോ. അപ്പോൾ പൊതുവേ ഡാൻസിങ് ഫ്രോഗിൻ്റെ ബ്രീഡിങ് സീസൺ മഴയൊക്കെ ഒന്ന് തോരുന്ന ടൈമിൽ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ടൈമിലാണ് പൊതുവേ നമ്മൾ ഡാൻസിങ് ഫ്രോഗിൻ്റെ ആക്ടിവിറ്റി നല്ല പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അതും പകൽ കാണാൻ പറ്റും. അത്
അവിടെ കല്ലിൻ്റെ അടുത്തിരുന്നിട്ട് ക്രോക്ക് ചെയ്തുകൊണ്ടിരിക്കും വീർപ്പിച്ചിട്ട്. അപ്പോൾ അത് കൂടാണ്ട് തന്നെ അതിൻ്റെ ബാക്ക് ലെഗ്സ് ഉണ്ട്, ഹൈൻഡ് ലെഗ്സ് എടുത്തിട്ട് ഇങ്ങനൊരു ഡാൻസ് മൂവ്മെൻ്റ് ഉണ്ടാവും അതിൻ്റെ ഇണയെ അട്രാക്ട് ചെയ്യാനായിട്ട്. അതങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. രാവിലെയും നമുക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആക്ടിവിറ്റി കാണാൻ പറ്റും, ഇതൊക്കെ ചെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ചില നേരം ഫൈറ്റും കാണാൻ പറ്റും. ആ കാല് കൊണ്ട് വേറൊരു തവള വന്നടുത്ത് വിളിക്കുകയാണെങ്കിൽ കിക്ക് ചെയ്യണതും. അങ്ങനെ എല്ലാ ഫ്രോഗ്സിനും ഈ ടെറിട്ടറി ഫൈറ്റ് ഉണ്ട്. ഇതിൻ്റെ കുറച്ചും കൂടി ഭംഗിയുണ്ട് കാണുന്നുണ്ട്, കാലുകൊണ്ട് ഫ്ലാപ്പ് ചെയ്യുക, അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ക്രോക്കും ചെയ്യുക എന്നും പറഞ്ഞിട്ട്. ആൾക്കാർ ചോദിക്കുന്ന ഒരെണ്ണമാണ് പർപ്പിൾ ഫ്രോഗ്. നമ്മുടെ പന്നിമൂക്കെന്ന് പറഞ്ഞിട്ട് കണ്ട ഒരു തവളേനെ പോലെയൊന്നും ഉണ്ടാവില്ല, ഒരു സ്ട്രേഞ്ച് ലുക്കിംഗ് ക്രീച്ചറാണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രമാണ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരുള്ളത്. നമ്മൾ ആ ഒരു കറക്റ്റ് അതിൻ്റെ ഹാബിറ്റാറ്റിൽ പോയാൽ ചിലപ്പോൾ ഒരു 1000 എണ്ണം കോളിംഗ് ഉണ്ടാവും. അതെല്ലാം മണ്ണിൻ്റെ അടിയിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. തപ്പി നടന്നാൽ കിട്ടില്ല. ചില ആൾക്കാർക്ക് ചോദിച്ചാൽ ചില സമയത്ത് അവർ കിണർ കുത്തുമ്പോഴൊക്കെയാണ് ഇതിനെ കാണുന്നതെന്ന് പറയും. അപ്പോൾ അവർ പറയും കുഴിച്ചെടുത്താൽ മതി കിട്ടുമെന്ന് പറയും. നമ്മൾ ഒരു മാസം 2 മാസമൊക്കെ അതിൻ്റെ പുറകെ നടന്ന് ഒരേ സ്ഥലത്ത് പോയി കുത്തിയിരുന്നിട്ട് നമ്മളിത് ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ആ കറക്റ്റ് ഒരു മഴയും സ്ട്രീംസൊക്കെ ആക്റ്റീവായി തുടങ്ങുമ്പോഴാണ് ഈ ഫ്രോഗ് പുറത്തേക്ക് വരുന്നത്. സോ പുറത്തേക്ക് വരുന്നത് എപ്പോഴാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. പുറത്തേക്ക് വരുന്നു, അതൊരു എണ്ണ ചേരുന്നു, മുട്ട ആ സ്ട്രീമിലിടുന്നു, അത് തിരിച്ച് ആ കുഴിയിലേക്ക് തന്നെ പോകും. പിന്നെ വരുന്നത് ഇനി അടുത്ത മഴക്കാലത്തായിരിക്കും. ഓക്ലാൻഡർ റീഡ് ഫ്രോഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രോഗുണ്ട്. ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ കണ്ണ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ കൂടെ വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. ഇത് ഈറ്റിയായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ അണ്ണാനും എലിയൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് ഒരു ഫ്രോഗ്. ഈ ഫ്രോഗ് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാംബു വേണം, നമുക്ക് എലികൾ വേണം, ഈ അണ്ണാൻ വേണം. ഈ അണ്ണാന് സ്വീറ്റ്സ് ഭയങ്കര താല്പര്യമാണ്. ബാംബു ഷൂട്ട്സിൽ ഭയങ്കര യങ് ഷൂട്ട്സിൽ ഭയങ്കര മധുരമാണ്. അത് ചവയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഒരു സ്വീറ്റ്നെസ് കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് ഈ സ്ക്യൂറിൽസ് ഈ ബാംബു ഷൂട്ട്സിൽ ചവച്ച് അതിനകത്ത് ചെറിയ ഹോൾസ് ഉണ്ടാവും, ഓട്ടയുണ്ടാവും. ഈ ഫ്രോഗ് ആ ഹോൾ കണ്ടുപിടിക്കും. ആ ഹോൾ കണ്ടുപിടിച്ചിട്ട് ആ ഹോളിൻ്റെ അകത്തേക്ക് ഈ മെയിൽ ഫ്രോഗ് ഒന്ന് പോയി ഇൻസ്പെക്ട് ചെയ്യും. അതിൻ്റെ അകത്ത് പോയി മുട്ടയിടാനുള്ള ഓപ്ഷൻ ഉണ്ടോയെന്ന്. ഈ മെയിൽ ഫ്രോഗ് അവിടെ ഇരുന്ന് കോൾ ചെയ്യാന്ന് വെച്ചാൽ വോക്കൽ സാക്ക് വെച്ചിട്ട് കോൾ ചെയ്ത് ഒച്ചയെടുത്ത്, അപ്പോൾ ഫീമെയിൽ വന്നിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് ഫീമെയിൽ അകത്ത് പോയി മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫീമെയിൽ അകത്ത് പോയി മുട്ടയിട്ട് ആ മുട്ടേനെ ഗാർഡ് ചെയ്തിരിക്കും. സോ നമ്മൾ കോഴിയൊക്കെ അടയിരിക്കുന്ന പോലെ ഈ ഫീമെയിൽ ഫ്രോഗ് ഈ മുട്ടേനെ ഗാർഡ് ചെയ്ത് വിരിഞ്ഞ് പുറത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാറുണ്ട്. സോ ഈ ബാംബു ഇല്ലെങ്കിൽ ആ ഫ്രോഗ് ഇല്ലാണ്ടാവും. ചില സമയത്ത് നമ്മൾ വെട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ അകത്ത് ചിലപ്പം ഈ മുട്ടയും അതിനകത്തൊരു തവള ഇരിപ്പുണ്ടാവും, നമ്മളത് അറിയുന്നുണ്ടാവില്ല. എലിയും ഈ സ്ക്യൂറിലും ഇല്ലാണ്ടായാൽ ഈ ഫ്രോഗും ഇല്ലാണ്ടാവും. സോ എല്ലാം കണക്റ്റഡ് ആണ്. സോ മനുഷ്യന്മാർ മാത്രമാണ് ഇതെല്ലാം ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. തവള എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരുടെ തലയിലേക്ക് ആദ്യം വരുന്ന ചൊറിയൻ തവളയാണ്. അത്യാവശ്യം വലിപ്പമുള്ള, മേത്തൊക്കെ ഇങ്ങനെ കുത്തൂത്തായിട്ടോ അല്ലെങ്കിൽ
പിമ്പിൾസ് ഒക്കെ ഉള്ള പോലത്തെ ഒരു തവളയാണ്. ചൊറിയൻ തവള. ആൾക്കാർ തൊട്ടാൽ അത് ചൊറിയും, മേല് മൊത്തം തടിച്ചു പൊങ്ങും എന്നൊക്കെ പറയുന്ന ഒരു തവളയുണ്ട്, ചൊറിയൻ തവള. ചൊറിയൻ തവള ഭംഗിയില്ലെന്നല്ല, അതിനെ ക്ലോസർ ലുക്കിൽ നോക്കിയാൽ ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ ഒച്ച ഭയങ്കര രസമാണ്. സ്പെഷ്യലി അതിൻ്റെ ബ്രീഡിങ് ടൈമിൽ ചൊറിയൻ തവള ഈ ബ്രൗൺ കളർ മാറിയിട്ട് മഞ്ഞ കളറാവും. ബ്രൈറ്റ് യെല്ലോ ആണ്. ഫ്രോഗ്സ് എല്ലാം ഭയങ്കര ചെറുതാണ്, നമ്മൾ 1 ഇഞ്ച് സൈസൊക്കെയാണ്. ചില നമ്മുടെ ഈ ഗ്ലൈഡിങ് ഫ്രോഗ് മാത്രമാണ് കുറച്ചൊരു 3-4 ഇഞ്ച് നീളമുള്ളത്. ഇത് നമ്മുടെ നെയ്ക്കടയിൽ ഇതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ക്യാമറയിൽ പ്രോപ്പർ മാക്രോ ലെൻസ് വെച്ചിട്ട് ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ എടുത്താൽ മാത്രമാണ് ഇതിൻ്റെ ഭംഗി അറിയുന്നത്. എല്ലാം കണക്റ്റഡ് ആണ്. സോ നമ്മൾ മാത്രമാണ്, മനുഷ്യന്മാർ മാത്രമാണ് ഇതെല്ലാം ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആമുഖത്തിൻ്റെ ആദ്യ ലക്കം തവളകളെ തേടുന്ന ഇരുവരെക്കുറിച്ചായിരുന്നു. macri.com പൂർണ്ണമാകുന്നു. മറ്റൊരു വ്യത്യസ്ത ജീവിതത്തിൻ്റെ പകർത്തെഴുത്തുമായി അടുത്ത ബുധനാഴ്ച രാത്രി 9:30 കാണാം. നിങ്ങളോ നിങ്ങളറിയുന്നവരോ വ്യത്യസ്ത ജീവിതത്തിനുടമകളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിവരങ്ങൾ വാട്സപ്പ് ചെയ്യൂ. വീണ്ടും കാണാം. നന്ദി.